ഈ എലിസബത്തിന്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം നിറഞ്ഞ ദിവസം എന്നാന്ന് ചോദിച്ചാ അതിന്നാണ് ക്രിസ്റ്റി. എന്റെ ലക്ഷ്യങ്ങൾ നടക്കാൻ പോകുന്നു ഉറപ്പ് കിട്ടിയ ദിവസം. ഫ്രെഡിക്ക് അലീനയെയും അലീനയ്ക്ക് ഫ്രെഡിയെയും ഇഷ്ടപ്പെട്ടു. ഒരിക്കൽ നിവർത്തിയേട് കാരണം പുറങ്കാലുകൊണ്ട് തട്ടി പടുകുഴിയിലേക്ക് ഇടേണ്ടി വന്ന അവളുടെ ജീവിതം ഇനി സുരക്ഷിതമാവും. ആർക്കൊക്കെ വേണ്ടി ഞാൻ അവൾക്ക് സ്നേഹവും സംരക്ഷണവും നിരസിച്ചോ അവരുടെയൊക്കെ സൗഭാഗ്യങ്ങൾ കൊണ്ട് തന്നെ എനിക്ക് അവളോട് കടം തീർക്കാൻ പറ്റി. കാർമേഘങ്ങൾ ഒഴിഞ്ഞുപോയെന്ന് കരുതി അങ്ങനെ അങ്ങ് ആശ്വസിക്കണ്ട. കുര്യച്ചൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടല്ലോ. എന്നെങ്കിലും ഒരു തിരിച്ചുവരവ് ഉണ്ടായാൽ ഇപ്പൊ ഈ കടമെടുത്തതൊക്കെ പലിശ സഹിതം തിരിച്ചു കൊടുക്കേണ്ടി വരും. അതിന് ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടായിട്ട് വേണ്ടേ? കുര്യച്ചായന്റെ മക്കളുടെയും കാര്യം ഇതോടെ ഒരു അടഞ്ഞ അധ്യായമായി മാറും. ഇനി വരാൻ പോകുന്നത് ഈ എലിസബത്തിന്റെ ദിവസങ്ങളാ, എന്റെ മാത്രം ദിവസങ്ങൾ. കർത്താവേ, പെണ്ണ് ചത്തോ എന്തോ, കഷ്ടം. കൊച്ചേ, കൊച്ചേ, അനക്കമുണ്ട്. ഭാഗ്യം, ജീവൻ പോയില്ല. ഞാൻ പറഞ്ഞപ്പോ കേട്ടില്ലല്ലോ. വീരവാദം പറഞ്ഞിട്ട് ഇപ്പൊ എന്തായി? ഇനി ഇവിടെ കിടന്ന് അനുഭവിച്ചോ. പിന്നെ അവരുടെ എന്തെങ്കിലും കട്ടെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങ് കൊടുത്തേക്ക്. ഇല്ലെങ്കിലേ ഇതുപോലെ കെട്ടിയിട്ട് ഇഞ്ചി ഇഞ്ചായിട്ട് ആ രാക്ഷസികൾ നിന്നെ കൊല്ലും. ഞാനൊന്നും മോഷ്ടിച്ചിട്ടില്ല. പിന്നെ നീ എത്ര പുണ്യവളത്തിയൊന്നും ചമയണ്ട. ഒന്നുമില്ലെങ്കിലും നീ അവളുമാരുടെ കൂടെ കുറച്ചാള് കൂട്ടുകൂടി നടന്നല്ലേ. അപ്പൊ പിന്നെ ആ ഗുണം കുറച്ചെങ്കിലും ഉണ്ടാവാതിരിക്കുവോ? ഞാൻ പറഞ്ഞത് സത്യോ? എനിക്കൊന്നും അറിയില്ല. ദയവ് ചെയ്ത് എന്നെ ഇവിടെ നിന്ന് അഴിച്ചുവിടുവോ? കൊള്ളാം, നല്ല കാര്യമായിപ്പോയി. എന്നിട്ട് വേണം നിനക്ക് പകരം അവളുമാരെ എന്നെ ഇവിടെ കെട്ടിയിട്ട് പീഡിപ്പിക്കാൻ. പ്ലീസ്, എന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തിയ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. ആന്റണി ചേട്ടന് എത്ര പണം വേണോന്ന് പറ, ഞാൻ തരും. അപ്പൊ അതാണ് കാര്യം. അപ്പൊ അവര് കട്ടോണ്ട് വന്ന പണം കൊച്ചിന്റെ കസ്റ്റഡിയിലുണ്ട് അല്ലേ? എനിക്ക് കൂടുതലൊന്നും വേണ്ട. കൊച്ചിന് കിട്ടിയതിന്റെ നേരെ പകുതി. എന്താ, തരുവോ? അത് കിട്ടിയാൽ ഇവിടെ നിന്നൊരു ഈച്ച പോലും അറിയാതെ നിന്നെ രക്ഷപ്പെടുത്തുന്ന കാര്യം ഞാൻ ഏറ്റു. എന്തു പറയുന്നു? ഞാൻ പറഞ്ഞില്ലേ, അവരുടെ പണം ഞാൻ എടുത്തിട്ടില്ല. വേണമെങ്കിൽ 10,000 3,000 എന്റെ കയ്യിൽ കാണും, അത് ഞാൻ തരാം. 3000 ഉലുവേ? അത് കൊച്ചു തന്നെ മൂടി പൊതിഞ്ഞ കയ്യിൽ വെച്ചോ. ഇവിടെ കിടന്ന് ചാവുമ്പോഴേ അവസാനം ശവപ്പെട്ടി മേടിക്കാം, ശവപ്പെട്ടി. ചേട്ടാ പ്ലീസ്, പോയി പണി നോക്കു കൊച്ചേ. എനിക്ക് വേറെ ജോലിയുണ്ട്. ഇതേ ജീവൻ പണയം വെച്ചുള്ള കളിയാ. അതുകൊണ്ടാ കിട്ടിയതിന്റെ പകുതി എനിക്ക് വേണമെന്ന് ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ വേണ്ട, ക്ഷീണം മാറുമ്പോ അവളുമാര് വീണ്ടും വരും. ഇനി ഒരു തവണ കൂടി നിന്റെ പുറത്ത് അവര് കൈത്തരിപ്പ് തീർത്താ നിന്റെ കാര്യം ക്ലോസ്. ഇത്ര ചെറുപ്പത്തിലെ തല്ലുകൊണ്ട് ചാവാനാണ് നിന്റെ വിധിയെങ്കിൽ ഞാൻ എന്ത് പറയാനാ? ഇപ്പോഴാണെങ്കിൽ അവളുമാർ ഇവിടെ ഇല്ല, രക്ഷപ്പെടും. ആന്റണി ചേട്ടാ പ്ലീസ്. എന്റെ കൊച്ചേ, അവളുമാരുടെ പണം ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നിന്റെ അറിവോടുകൂടി ആയിരിക്കണമെന്ന് ഊഹിക്കാൻ ഈ ആന്റണിക്ക് IPS വരെ പഠിച്ച് പാസ്സാകേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ടാ 50-50 ഞാൻ ചോദിക്കുന്നത്. പ്രതീക്ഷിച്ച പ്രതിഫലം കിട്ടാതെ ഒരു സഹായം എന്നിൽ നിന്ന് പ്രതീക്ഷിക്കണ്ട. വായടച്ചേ അവിടെ മിണ്ടാതെ കടന്നോ. അല്ല പിന്നെ ചേട്ടാ. എന്താ? ഞാൻ തരാം. കർത്താവേ, പെണ്ണിന് നല്ല ബുദ്ധി തോന്നിയാ? പകുതി പണം തരാം, പോരെ? ഞാൻ തന്നിരിക്കും. എന്നെ ഇവിടെ നിന്ന് അഴിച്ചുവിട്. അങ്ങനെ വഴിക്ക് വാ. കൊച്ചു കള്ളി, കടുവായ പിടിച്ച കിടുവായോ? നീ അവളുമാരുടെ കാശ് ചൂണ്ടിയിട്ടുണ്ടെങ്കിൽ അത് ചില്ലറ കാര്യമൊന്നുമല്ല. പിന്നെ അഴിച്ചു വിട്ട് കഴിയുമ്പം ഒരുമാതിരി ഞഞ്ഞാ പിഞ്ഞാ പറഞ്ഞാലുണ്ടല്ലോ. ഇല്ല ഇല്ല,
ഞാൻ വാക്ക് പറഞ്ഞ വാക്കാ. പിന്നെ നിന്റെ ഈ വർഗത്തിനെ ഒട്ടും വിശ്വസിച്ചുകൂടാത്തതാ. എന്നാലും സാരമില്ല. പിന്നെ പറഞ്ഞു പറ്റിച്ച നീ ഇങ്ങോട്ട് ചാടിയതുപോലെ ഈ ഗേറ്റിന് പുറത്ത് നീ പോവില്ല. മനസ്സിലായോ? ചെല്ല്, വേഗം പോയി കാശെടുത്തുമ്പോ സൂക്ഷിക്കണം. അവളുമാരുടെ കണ്ണി ചെന്ന് വിട്ടേക്കരുത്. ഞാനിപ്പോ വരാം. ചെല്ല്.